നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അധികാരത്തിന് പിന്നാലെ പോകാതിരുന്ന രാഹുൽ ഗാന്ധിയെ തേടി വരികയായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനം. രാജകുമാരൻ എന്നു മുതൽ പപ്പു എന്നുവരെ പരിഹാസം കേട്ട രാഹുലിന്റെ ശക്തമായ തിരിച്ചുവരവാണ് 2024 തെരഞ്ഞെടുപ്പ്. വിമർശനങ്ങൾ ഉൾക്കൊണ്ടും സ്വയം പുതുക്കി പണിതും മുന്നോട്ടു പോയ നേതാവിന്റെ വിജയം കൂടിയാണ് പ്രതിപക്ഷ നേതൃപദവി. രാഷ്ട്രീയത്തിന്റെ പേരിൽ തേജോവധം ചെയ്യപ്പെടുമ്പോഴും പകയില്ലാതെ സ്നേഹം തിരികെ നൽകി എന്നതിലായിരിക്കും രാഹുൽ എക്കാലവും ഓർമ്മിക്കപ്പെടുക. പടിപടിയായിട്ടായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ച. 2007 NSUവിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി, 2013 വൈസ് പ്രസിഡന്റ്, 2017 കോൺഗ്രസ് അധ്യക്ഷൻ. 2019 കനത്ത പരാജയമാണ് രാഹുൽ ഗാന്ധിക്ക് കടുത്ത പ്രഹരമായത്. കോൺഗ്രസിന്റെ കൂട്ടത്തോൽവി മാത്രമായിരുന്നില്ല, അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ പ്രഹരം കൂടിയായിരുന്നു. വിശ്വസ്തരായി രാഹുൽ ഗാന്ധി ചേർത്ത് നിർത്തിയിരുന്ന നേതാക്കൾ BJPയിലേക്ക് ചേക്കേറി. പപ്പു വിളികൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു. പരാജയത്തിന് കാരണക്കാരനായി ലോകം തന്റെ നേരെ വിരൽ ചൂണ്ടുന്നതായി തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും പടിയിറങ്ങി. ചൌക്കിദാർ ചോർ മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് ചൂണ്ടിക്കാട്ടി വിമർശകർ പ്രതിക്കൂട്ടിലാക്കി. രാഹുൽ അധ്യക്ഷപദത്തിൽ തിരികെ എത്തണമെന്ന് പ്രവർത്തക സമിതി ആവശ്യപ്പെടുമ്പോഴും വഴങ്ങിയില്ല. അപമാനങ്ങളുടെ നീരാളിപ്പിടുത്തത്തെ രാഹുൽ ഗാന്ധി കുടഞ്ഞുകളഞ്ഞത് ഭാരത് ജോഡോ യാത്രയിലൂടെയായിരുന്നു. കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ 145 ദിവസം കൊണ്ട് 3570 കിലോമീറ്റർ രാഹുൽ നടന്നു. സംഘർഷബാധിതമായ മണിപ്പൂരിൽ സമാധാന ദൂതുമായി എത്തിയ രാഹുലിന് 2 ലോക്സഭാ സീറ്റും നൽകി. കോടതി വിധിയിലൂടെ ലോക്സഭാ അംഗത്വം നഷ്ടമായപ്പോൾ ഡൽഹിയിൽ ഒരു വീട് നഷ്ടമായ രാഹുലിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വീട് നൽകാൻ തയ്യാറായി. ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത്. ശക്തമായ പ്രതിപക്ഷ നിരയെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ രാഹുൽ നടത്തിയ വിട്ടുവീഴ്ചയിലൂടെയായിരുന്നു. ആ സഹനമാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് രാഹുലിന് വഴി തുറന്നു നൽകിയത്.